മാതാമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എന്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്കെല്ലാം. അമൃതാനന്ദമയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ആശ്രമത്തിൽ നടന്നിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു നാരായണൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന അന്തേവാസിയായിട്ടുള്ള നാരായണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിന്റെ അടുത്ത ദിവസം എന്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എന്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ. ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തിയെന്ന് വരും, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥനും നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് പൊതുജനം ചർച്ചയാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടിയുടെയോ മറ്റോ സേവനം ചെയ്യുമ്പോൾ 100 കോടിയാണ് ഗവൺമെന്റിനെ വഞ്ചിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറാണ്. അയാൾ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷെ എത്രമാത്രം എല്ലാ പൗരനും തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് എഴുതിയത്. എന്നാൽ ആ ഭരണഘടനയെ വഞ്ചിക്കാൻ ഒരു മഹാത്മാവ് തയ്യാറായാൽ ആരാണ് ഈ ലോകത്തിന് ഒരു മാതൃക? ആരോടാണ് ജനങ്ങൾ പറയുക? പണം ആധിപത്യം ജനാധിപത്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന്റെ അധികാരം രാഷ്ട്രീയ അധികാരത്തെയും കാൽച്ചുവട്ടിൽ വരുത്തുന്നു. ഞാൻ എന്റെ ഈ പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, SP-ക്ക് കൊടുത്തിരുന്നു, മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിരുന്നു. എന്റെ മൊഴി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയുമിരുന്നു. പക്ഷേ FIR ഒന്നും ഇട്ടിട്ടില്ല. കാരണം സമ്പന്നർക്കെതിരെ എന്തെങ്കിലും പരാതി കൊടുത്താൽ ഇന്നത്തെ കാലത്ത് സാധാരണക്കാരന് നീതി കിട്ടുമോ? അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാകേണ്ട കാര്യമാണ്. ഇതിന്റെ ഉള്ളറകൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം ലോകം ചർച്ച ചെയ്യേണ്ടി വരും. സത്യം എന്നായാലും പുറത്തു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യമേവ ജയതേ എന്നാണ് ഋഷി പറഞ്ഞിട്ടുള്ളത്. സത്യം ജയിച്ചേ പറ്റുള്ളൂ, സത്യമേ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ലോകത്തോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കമന്റ് എഴുതിയാലും ഞാൻ അതിന് കൃത്യമായ മറുപടി തരുന്നതായി പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ട് സമയങ്ങളിലും കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഇഷ്ടം ഇല്ലാണ്ട് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കര രീതിയിൽ ദ്രോഹിക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് സത്യം ഉള്ളതാണെങ്കിൽ പുറത്തു വരട്ടെ. കാരണം ഒരു കാര്യവും ഇല്ലാണ്ട് ഒരാൾ വന്നിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒന്നും പറയാണ്ടിരിക്കില്ല. ഇത്ര ധൈര്യത്തോടെയൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. പക്ഷെ എന്തായാലും സത്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ.